അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ കൂടി പടിയിറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലാലേട്ടൻ്റെ പ്രൊമോ വന്നു കഴിഞ്ഞു. അതായത് ലാലേട്ടൻ വന്നതിന് ശേഷം പ്രൊമോയിൽ ഡയറക്റ്റായിട്ട് പറയുന്നത് നമുക്ക് എവിക്ഷൻ പ്രക്രിയയിലേക്ക് പോവാം, ഈ വീട്ടിൽ നിന്നും ഒരാൾ പടിയിറങ്ങും. അത് ഈ ആഴ്ചയിൽ മാത്രം പ്രകടനം നോക്കിയിട്ടല്ല, ഈ വീട്ടിൽ അവർ ഇത്രയും നാൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള അക്സസ്മെൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നത്. അതനുസരിച്ച് ഈ വീട്ടിൽ നിന്നും വളരെ വേദനയോട് കൂടി ഒരാൾ ഇന്ന് പടിയിറങ്ങും എന്ന് ലാലേട്ടൻ പറയുകയാണ്. അതിനുശേഷം ആദിലയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയ ശേഷം ചോദിക്കുന്നുണ്ട്, ഈ കൂട്ടത്തിൽ ഒരാളെ സേവ് ചെയ്യാൻ അവസരം കിട്ടിയാൽ ആദില ആരെ സേവ് ചെയ്യും? അപ്പോൾ ആദില പറയുന്നത്, അത് ലാലേട്ടൻ ഞാൻ അനുവിനെയും നൂറേയും സേവ് ചെയ്യും. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, അത് പറ്റില്ല, രണ്ടുപേരെ പറ്റില്ല, ഒരാളെ പറയാൻ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ നൂറയുടെ പേര് പറയുന്നുണ്ട്. അതിനുശേഷം അനീഷിനോട് ചോദിക്കുമ്പോൾ അനീഷും പറയുന്നത് നൂറയുടെ പേരാണ്. പിന്നെ സാബുമാനോട് ചോദിക്കുമ്പോൾ സാബുമാൻ പറയുന്നത്, ലാലേട്ടൻ അത് ടഫ് ക്വസ്റ്റ്യനാണ്, ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ലാലേട്ടൻ ഡയറക്റ്റായിട്ട് എവിക്ഷയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന ആ കാർഡ് ഊരി ഒരാൾ എവിക്റ്റായി എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. അത് കാണിക്കുമ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുന്നതാണ് പ്രൊമോ. എന്തായാലും പുറത്താകുന്നത് സാബുമാനും നൂറയും അനുമോളും ഇവയൊന്നും അല്ല, അനീഷൊന്നും അല്ല എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തായാലും ആര്യൻ പുറത്താവാനാണ് ചാൻസ് കൂടുതൽ. ആര്യൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമെന്നാണ് തോന്നുന്നത്. കാര്യം എവിക്ഷൻ ആയാലും നമ്മുടെ നോമിനേഷൻ പോളായാലും എല്ലാത്തിലും ഏറ്റവും പിന്നിൽ നിന്ന ആളാണ് ആര്യൻ. അപ്പോൾ എന്തായാലും ആര്യൻ ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങും എന്ന് തന്നെയാണ് നമ്മുടെ പ്രവചനം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.